everyone, welcome back to my YouTube channel. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ഭംഗിയിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ തിക്കായിട്ട് കണ്ണെഴുതാന്നുള്ളതാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോയാലോ. കണ്ണെഴുതാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ലാക്മിയുടെ ഐക്കോണിക് കാജലാട്ടോ. ആദ്യം നമുക്ക് വാട്ടർ ലൈനിൽ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഇന്നർ കോർണർ തുടങ്ങി ഔട്ടർ വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കണ്ണെഴുതുന്നതിന് മുമ്പ് പ്രെപ്പിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് പ്രൈമർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൂസ് പൗഡർ വെച്ചിട്ടോ കോമ്പാക്ട് വെച്ചിട്ടോ ഒന്ന് കണ്ണിന് ചുറ്റിടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വാട്ടർ ലൈനിൽ എഴുതിയതിന് ശേഷം താഴത്തെ ലാഷ് ലൈനിൽ കട്ടിയായിട്ട് ഒന്നുകൂടെ എഴുതി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ടോ അല്ലെങ്കിൽ ബഡ്സ് ആയാലും മതി, നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം മുകളിലെ ലാഷ് ലൈനിൽ നന്നായിട്ട് എഴുതി കൊടുക്കാം. കണ്ണെഴുതുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ഏതാണെങ്കിൽ നല്ല നീളമുള്ള കണ്ണ് പോലെ തോന്നും കേട്ടോ. ഈ ടിപ്പ് എനിക്ക് എയർപോർട്ടിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കാവ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ടു കാവ്യ. മുകളിലത്തെ ലാഷ് ലൈനിൽ എഴുതിയതിന് ശേഷം സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ നാച്ചുറൽ ഫീൽ തരാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് നമ്മൾ കണ്ണ് എഴുതിയതിൻ്റെ താഴെയായിട്ട് ഒന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഒട്ടും സ്മഡ്ജ് ആവേയില്ല, ഒരു നാച്ചുറൽ ലുക്കും കിട്ടും കേട്ടോ. പിന്നെ ഫിനിഷിംഗ് ലുക്കിന് വേണ്ടിയിട്ട് ഒരു മസ്കാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ. ഇനിയപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.